അതിനുള്ള സാധ്യത ഇവിടെ കൂടുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന വിവാഹവും കാര്യങ്ങളും ഒക്കെ തന്നെ, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ബജറ്റ് ആകെ മറിയല്ലേ, അപ്പോൾ ഇതിനെല്ലാം തന്നെ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഈ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ നിക്ഷേപകർ ഷെയർ മാർക്കറ്റിൽ നിന്ന് മാറി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതോടുകൂടി സ്വർണത്തിൻ്റെ വില വീണ്ടും ഉയരാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു വിലക്കുറവ്, അതായത് കുറച്ച് നാളായിട്ട് സ്വർണത്തിൻ്റെ വിലക്കുറവ് കാത്തിരുന്ന സാധാരണക്കാരെ ഒറ്റയടിക്ക് തകിടം മറിക്കുന്ന തരത്തിലാണ് ഈ തരത്തിൽ സ്വർണത്തിൻ്റെ വില കൂടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. കാരണം കൂടുതൽ നമ്മൾ സ്വർണത്തിനെ ഒരു നിക്ഷേപമായിട്ടാണ് നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു നിക്ഷേപമായി കണ്ടുകൊണ്ടിരുന്ന സ്വർണം നമ്മുടെ കയ്യെത്താ ദൂരത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാനാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില മാറ്റത്തിൽ ഉണ്ടാകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിക്കുക. ശേഷം ഈ നിക്ഷേപത്തിനായി, അതായത് സ്വർണം ഒരു നിക്ഷേപമായി കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനൊക്കെ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ ഒരു വിലക്കയറ്റത്തെ കാണാൻ സാധിക്കാൻ, അല്ലെങ്കിൽ കാണാൻ നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.